ഈ മലപ്പുറത്തേക്കാണ്. പറപ്പൂർ ചോലക്കുണ്ടിൽ ശക്തമായ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ 3 വീടുകൾ തകർന്നു. ഒരു വീട് പൂർണ്ണമായും 2 വീടുകൾ ഭാഗികമായുമാണ് തകർന്നത്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, വിശദാംശങ്ങൾ എന്താണ്? അനുജ, ശക്തമായ മണ്ണിടിച്ചിലാണ് ഈ പറപ്പൂർ ചോലക്കുണ്ടിൽ ഉണ്ടായത്. ഇന്ന് പുലർച്ചെ തുടങ്ങിയ ആ ഒരു മണ്ണിടിച്ചിൽ രാവിലെ ആയപ്പോഴേക്കും കൂടുതലായി ഇടിഞ്ഞു വരികയായിരുന്നു. 3 വീടുകളാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് തറപ്പണി കഴിഞ്ഞ് കുറച്ച് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആൾതാമസം ഉണ്ടായിരുന്നില്ല ഈ 3 വീടുകളിലും. അതിലൊരു വീട് പൂർണ്ണമായും മണ്ണിനടിയിലായിരിക്കുന്നു. ആ വീട് എല്ലാ പണികളും കഴിഞ്ഞ് അതിൽ കയറി താമസിക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. അത്ര എത്തിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീട് പൂർണ്ണമായും മണ്ണിന് അടിയിലായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഇത്ര വലിയൊരു മണ്ണിടിച്ചിലുണ്ടായത്. ഇതൊരു ഒരു പ്രദേശമാണ്, അതായത് ഒരു ചെങ്കുത്തായിട്ടുള്ള ഒരു പ്രദേശമാണ്. അവിടെ നിരവധി വീടുകൾ ഇനിയുമുണ്ട്. അപ്പോൾ അവിടെ മണ്ണിടിച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട്, ഗുരുതരമായിട്ടുള്ള പരിക്കല്ല. അപ്പോൾ ഇത്തരത്തിൽ മഴ കനക്കുകയാണെങ്കിൽ ഇനിയും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമാണ്. 3 വീടുകൾക്ക് മുകളിലാണ് ഇപ്പോൾ മണ്ണ് വീണിരിക്കുന്നത്. അതിലൊരു വീട് പൂർണ്ണമായും ഈ ചോലക്കുണ്ടിൽ മണ്ണിന് അടിയിലായിരിക്കുന്നു എന്നുള്ള സാഹചര്യമാണ്. അനുജ, മലപ്പുറം പറപ്പൂർ ചോലക്കുണ്ടിലാണ് ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിലിൽ 3 വീടുകൾ തകർന്നു. ഒരു വീട് പൂർണ്ണമായും അത് മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ട്. 2 വീടുകൾ ഭാഗികമായി തകർന്നു എന്ന വിവരം വിപിൻ സി വിജയൻ നൽകുന്നു.